ഇന്ത്യയിലെ കോടിക്കണക്കിന് EPFO പെൻഷൻകാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് മിനിമം പെൻഷൻ വർധനവ്. നിലവിലെ 1000 രൂപയിൽ നിന്ന് പെൻഷൻ തുക 7500 രൂപയായി ഉയർത്തണമെന്ന ആവശ്യം വീണ്ടും സജീവമായിരിക്കുകയാണ്. എന്നാൽ തീരുമാനം പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. EPS 95 പദ്ധതിക്ക് കീഴിലുള്ള മിനിമം പെൻഷൻ പ്രതിമാസം 1000-ൽ നിന്ന് 7500 ആക്കി ഉയർത്തണമെന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന്റെയും സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെയും പരിഗണനയിലാണ്. നിർദ്ദേശം ചർച്ചയിലാണെങ്കിലും ഇത് സർക്കാരിനുണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യതയും ഫണ്ടിലെ കമ്മി കണക്കിലെടുത്തും അന്തിമ ഔദ്യോഗിക അംഗീകാരം കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. തൊഴിലാളി സംഘടനകളും EPFO ബോർഡും മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളും വ്യവസ്ഥകളും ഇവയാണ്. നിലവിലുള്ള കുറഞ്ഞ പ്രതിമാസ പെൻഷനായ 1000 എന്നത് 7500 ആക്കി ഉയർത്തുക. പെൻഷനോടൊപ്പം വിലക്കയറ്റത്തിന് ആനുപാതികമായി DA കൂടി അനുവദിക്കുക. പെൻഷൻകാർക്കും അവരുടെ പങ്കാളിക്കും സൗജന്യ ചികിത്സ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുക. PF അംഗത്വത്തിനുള്ള ഉയർന്ന അടിസ്ഥാന ശമ്പള പരിധി 15,000-ൽ നിന്ന് 25,000 ആക്കി ഉയർത്താൻ നിർദ്ദേശമുണ്ട്. പെൻഷൻ തുക 7500 ആക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാരിനും ഫണ്ടിനും ഉണ്ടാകുന്നത്. പെൻഷൻ തുക ഒറ്റയടിക്ക് 7500 ആക്കാൻ സാധിച്ചില്ലെങ്കിലും ഘട്ടം ഘട്ടമായി 2500 മുതൽ 5000 വരെയെങ്കിലും ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഔദ്യോഗികമായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയമോ EPFO വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കുന്നതുവരെ നിലവിലെ മിനിമം പെൻഷൻ തുകയായ 1000 തന്നെയാണ് തുടരുന്നത്. ഉയർന്ന പെൻഷൻ തെരഞ്ഞെടുക്കൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ ലഭിക്കുന്നതിനായി ഉയർന്ന പെൻഷൻ വിഹിതം നൽകാൻ EPFO അവസരം നൽകിയിരുന്നു. 2014 സെപ്റ്റംബർ 1 മുൻപ് EPFOയിൽ അംഗങ്ങളാവുകയും തുടരുകയും ചെയ്യുന്നവർക്കാണ് യോഗ്യത. ദശലക്ഷക്കണക്കിന് അപേക്ഷകളാണ് ഇതിലൂടെ ലഭിച്ചത്. കമ്പനികളുടെ ഡേറ്റ പരിശോധനയും അധിക തുക കൈമാറ്റവും അടക്കമുള്ള നടപടികൾ അന്തിമഘട്ടങ്ങളിലാണ്. കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള വിവിധ കോടതികൾ EPS പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾക്ക് അനുകൂലമായി പലപ്പോഴായി ഉത്തരവിട്ടിട്ടുണ്ട്. EPS 95 പെൻഷൻകാരുടെ സംഘടന രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിവരികയാണ്. 7500 മിനിമം പെൻഷനൊപ്പം DA കൂടി ലഭിച്ചാൽ മാത്രമേ പെൻഷൻകാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കൂ എന്നാണ് ഇവരുടെ നിലപാട്. നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 8.33% തുകയാണ് EPS ഫണ്ടിലേക്ക് പോകുന്നത്. ഉയർന്ന ശമ്പള പരിധി 25,000 ഉയർത്തിയാൽ തൊഴിലുടമയുടെ വിഹിതം വർദ്ധിക്കും. പെൻഷൻകാർക്ക് ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ബാങ്കിലോ ഓഫീസിലോ പോകാതെ ഉമാങ് ആപ്പ് വഴിയോ പോസ്റ്റ്മാൻ വഴിയോ വീട്ടിലിരുന്ന് ചെയ്യാം. ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്ന EPS 2026 പദ്ധതി 1995-ലെ എംപ്ലോയീസ് പെൻഷൻ സ്കീമിനും 1971-ലെ എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീമിനും പകരമുള്ളതാണ്. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020-ന്റെ കീഴിലാണ് ഇത് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. പെൻഷൻ ക്ലെയിമുകൾ തീർപ്പാക്കാൻ വൈകുന്ന സാഹചര്യത്തിൽ 12% പലിശ നൽകാൻ പുതിയ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. തൊഴിലുടമകൾക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയുള്ള റിപ്പോർട്ടിംഗും നടപടിക്രമങ്ങളും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉയർന്ന പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷൻ കണക്കാക്കുന്നത് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 60 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളവും DAയും ഉൾപ്പെടുത്തിയാണ്. ജോലി ചെയ്ത PF വിഹിതം അടച്ച ആകെ വർഷങ്ങൾ ഒരാൾ 20 വർഷത്തിൽ കൂടുതൽ സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പെൻഷനബിൾ സർവീസിൽ 2 വർഷം ബോണസായി കൂട്ടിച്ചേർക്കും. പെൻഷൻകാരൻ മരണപ്പെട്ടാൽ ജീവിത പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50% പ്രതിമാസം ലഭിക്കും. 25 വയസ്സ് തികയാത്ത 2 കുട്ടികൾക്ക് ഒരേ സമയം പെൻഷൻ തുകയുടെ 25% വീതം ലഭിക്കും. മുൻപ് പെൻഷൻ തുകയുടെ ഒരു ഭാഗം ഒറ്റയടിക്ക് കൈപ്പറ്റിയവർക്ക് 15 വർഷത്തിനു ശേഷം മുഴുവൻ പെൻഷൻ തുകയും പുനഃസ്ഥാപിച്ച് നൽകാനുള്ള തീരുമാനം ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാ വർഷവും നവംബറിൽ മാത്രം നൽകേണ്ടതില്ല. അവസാനമായി സമർപ്പിച്ച തീയതി മുതൽ 1 വർഷം വരെ ആ സർട്ടിഫിക്കറ്റിന് പ്രാബല്യമുണ്ടായിരിക്കും. ഭാവിയിലെ പ്രധാന സാധ്യതകൾ EPS പെൻഷൻ പദ്ധതിയിലെ തുക ജീവിത ചെലവിന് അനുസൃതമായി താനെ വർദ്ധിക്കുന്ന തരത്തിൽ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 1995-ൽ നിശ്ചയിച്ച സ്ട്രക്ചറിൽ നിന്ന് മാറി നിലവിലെ പണപ്പെരുപ്പത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് പെൻഷൻ ഘടന മാറ്റണമെന്നതാണ് തൊഴിലാളി യൂണിയനുകളുടെ പ്രധാന ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.